ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് സ്ട്രേറ്റ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ യൂഷ്വലി ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ്, intentionally kept brief because I feel it's better to discuss about one topic at a time and give it the attention it deserves. Everything I share here comes from my own job search, my own experiences, observations, mistakes, lessons and insights. My hope is simply that something I learned along the way might be useful to someone else on their journey. വീഡിയോ കാണുമ്പോൾ വിഷ്വൽസും കൂടി ഫോളോ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പല സമയത്തും വിഷ്വൽ കൺസെപ്റ്റ്സ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. And I always want to say this: take what helps you, ignore what doesn't, and always follow what suits your path. I am not claiming to have all the answers. Every job search journey is different, every person is different, and every situation is different. These are simply thoughts, experiences, and insights shared with a genuine intention that they may help someone move one step closer to their goal. So, if anyone wants to get in touch, and the email is writetourish.nz@gmail.com. I'll be more than happy to help when I have a moment. So feel free to reach out whenever you want. So അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിക് ഫ്ലെക്സിബിലിറ്റീനെ പറ്റിയാണ്. നമ്മൾ ആദ്യമൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വരുമ്പോഴത്തേന് നമ്മൾ ആദ്യം കുറച്ച് ചൂസി ആയിരിക്കും. ലൈക്ക് നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലത്തായിരിക്കും ചിലപ്പം വന്ന് നമ്മൾ ഇറങ്ങുന്നത്. മേ ബി ഇറ്റ് മൈറ്റ് ബി ഹാമിൽട്ടൺ, ഇറ്റ് മൈറ്റ് ബി വെല്ലിംഗ്ടൺ, ഇറ്റ് മൈറ്റ് ബി ഓക്ലൻഡ്, ഓർ ഇറ്റ് മൈറ്റ് ബി ക്രൈസ്റ്റ് ചർച്ച്. ലൈക്ക് ഏതെങ്കിലും ഒരു നല്ല സിറ്റിയിലായിരിക്കുമല്ലോ നമ്മൾ ചിലപ്പോൾ പഠിക്കാനൊക്കെ ആയിട്ട് വരുന്നത്. നമ്മൾ ആദ്യമൊക്കെ ചിലപ്പോൾ നമ്മൾ ഭയങ്കര ചൂസ് ചെയ്യും. നമുക്ക് നമ്മുടെ ഏരിയ തന്നെ ജോലി വേണം, ലൈക്ക് നമുക്ക് നമ്മുടെ സിറ്റി തന്നെ കിട്ടണം. സോ ഇങ്ങനെയുള്ളൊരു തോട്ട് പ്രോസസ് നമുക്ക് ആദ്യം ഭയങ്കര കൂടുതലാണ്. എല്ലാ ജോബ് സീക്കേഴ്സിനും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വാണ്ട് സംതിങ് ദാറ്റ് ഇസ് വെരി ഫെമിലിയർ ആൻഡ് കൺവീനിയൻറ്റ്. ഈ കൺവീനിയൻസിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ലിമിറ്റ്സ് യുവർ പോസിബിലിറ്റീസ് ആൻഡ് ലിമിറ്റ്സ് യുവർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പം ഈ കൺവീനിയൻസ് നമ്മൾ ഓവർറൈഡ് ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ പേരാണ് ജോഗ്രഫിക് ഫ്ലെക്സിബിലിറ്റി സ്ട്രാറ്റജി. ആൻഡ് ഇറ്റ് ക്യാൻ ഡ്രാമാറ്റിക്കലി ഇൻക്രീസ് എ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഇസ് അവൈലബിൾ. ഒന്ന് മനസ്സിലാക്കുക, ഇപ്പം ഓക്ലൻഡിലൊക്കെ വന്ന് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുമ്പോഴത്തേനും നമ്മളെപ്പോലെ തന്നെ ജോലി വേണമെന്ന് ചിന്തിച്ച് ഒരുപാട് പേര് അവിടെ തന്നെ ഉണ്ടാവും. അവിടെ തന്നെ ആയിരിക്കും അവർക്ക് ജോലി കിട്ടേണ്ടത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എവിടെയെങ്കിലും ജോലി കിട്ടാൻ പോകാൻ റെഡിയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇഫ് ദർ ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ നെൽസൺ, എല്ലാവരും ചിലപ്പോൾ റെഡിയായെന്ന് വരില്ല. പക്ഷെ നമുക്ക് ആ ജോഗ്രഫിക് ഫ്ലെക്സിബിലിറ്റി ഓൾറെഡി ഉണ്ടെങ്കിൽ, നമുക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കാണാൻ പോകുന്ന നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് കൂടുതലായിരിക്കും. ശരിയല്ലേ? സോ ഇതിൻ്റെ ഐഡിയ ഭയങ്കര സിമ്പിളാണ്. ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ലൈക്ക് എന്തെല്ലാം ജോലി എൻ്റെ ചുറ്റുമുണ്ട്, വി ആർ തിങ്കിങ് ലൈക്ക് വാട്ട് ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് വേർ ആർ ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് am I willing to go there? ഈ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ക്യാൻ കംപ്ലീറ്റ്ലി ചേഞ്ച് യുവർ ജോബ് സെർച്ച്. മിക്കവാറുള്ള എല്ലാ ആൾക്കാരും ജോബ് സെർച്ച് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ സിറ്റിയിലായിരിക്കും. ആൻഡ് അവർക്ക് അവിടെ മാത്രം നോക്കാനായിരിക്കും താല്പര്യം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഹാമിൽട്ടണിലാണ് ജോലി ചെയ്യുന്നത്. ഹാമിൽട്ടണിൽ മാത്രമേ ജോലി ചെയ്യുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർഡ്, ബിക്കോസ് ദർ ആർ നോട്ട് ടു മെനി കമ്പനീസ്. ദർ ആർ കമ്പനീസ് ബട്ട് നോട്ട് ലൈക്ക് ഓക്ലൻഡ്. ഇപ്പം ഞാൻ ഹാമിൽട്ടണിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഐ വർക്ക് ഫോർ ആൻ ഓക്ലൻഡ് ബേസ്ഡ് കമ്പനി. ഞാൻ എന്തുകൊണ്ട് ഈ ചേഞ്ച് മേക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് ഐ ക്യാൻ സ്റ്റിൽ ആക്സസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഓക്ലൻഡ് സിറ്റി. ശരിയല്ലേ? അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഒരു ജോബ് സീക്കറായിട്ട് ഇവിടെ വരുമ്പം, ഒരു മൈഗ്രൻ്റ് ആയിട്ട് ഇവിടെ വരുമ്പോഴത്തേനും നമ്മൾ ജോഗ്രഫിക്കലി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കണം. ചില ആൾക്കാരൊക്കെ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ അവരോട് ആദ്യമേ പറയാറുണ്ട്, നിങ്ങൾ ജോലി തപ്പുമ്പോഴത്തേനും ഒരു കാര്യം ചെയ്യണം, കവർ ലെറ്ററിൽ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്യണം, I have recently looked at this region. ഇവിടെ എൻ്റെ ഒരു രണ്ട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. They were telling amazing things about this place. I wanted to look for an opportunity around here. I have looked at your company. I have felt very motivated about knowing about the company. I really want to work here and I'm happy to relocate very fast if there is the right role എന്നൊക്കെ പറയുമ്പോഴത്തേന് it changes so many things. ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഓപ്പർച്യൂണിറ്റീസ് വന്നാലും പല ആൾക്കാരും പോകത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ പൂള് ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ അവിടെ കിട്ടിയാലും അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേന് വി വിൽ സ്റ്റാർട്ട് ഫൈൻഡിങ് ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റീസ്. എനിക്ക് പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആദ്യത്തെ ജോലി അവർക്ക് കിട്ടി ഗിസ്ബൺ ആണ്. ഗിസ്ബൺ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ട് സ്മോൾ സിറ്റി, അവിടെ ഒന്നുമില്ല.
പക്ഷെ നമുക്ക് എന്താണ് ആദ്യം വേണ്ടത് ആസ് എ ജോബ് സീക്കർ? നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിൽക്കാൻ പറ്റണം, നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടണം, ആ ഓപ്പർച്യൂണിറ്റി വഴി നമുക്കൊരു വർക്ക് വിസ കിട്ടണം, ആൻഡ് ഫ്രം ദെയർ ഓൺ വി ഗെറ്റ് ദ റെസിഡൻസി ആൻഡ് മൂവ് ഓൺ. അങ്ങനെയാണല്ലോ ഒരു സാധാരണ പ്രോസസ്സ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ഇത്രയും ചൂസി ആയിട്ട് നിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്തോരം ഓപ്പർച്യൂണിറ്റീസ് ആണ് കളയുന്നത്. എന്നാൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കും, എവിടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഞാൻ പോകും. ആ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞ് വർക്ക് വിസയൊക്കെ കിട്ടിക്കഴിഞ്ഞ് യു ക്യാൻ സ്റ്റിൽ ട്രൈ ബാക്ക് ടു ദ ലൊക്കേഷൻ ദാറ്റ് യു വാണ്ട് ടു ട്രൈ. ശരിയല്ലേ? ആ മൈൻഡ് സെറ്റ് നമ്മളങ്ങ് ഷിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും വി സ്റ്റാർട്ട്സ് ഫൈൻഡിങ് ഓപ്പർച്യൂണിറ്റീസ് വെർ നോ വൺ വിൽ ഫൈൻഡ്. സോ ഒരു എക്സാമ്പിൾ പോലെ 2 ജോബ് സീക്കേഴ്സ് ഉണ്ട്, 2 പേർക്കും സിമിലർ സ്കിൽസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. കാൻഡിഡേറ്റ് A only wants to look for jobs in that particular city, and he applies to a few roles and quickly run out of options. And because their opportunity pool is very small because their search area is small. Candidate B, they starts applying for different cities, different regions. They starts looking at hybrid opportunities. They look at remote roles. So suddenly, instead of seeing 20 opportunities, they might be seeing 200. It's not because they are more overqualified, because they are looking in more places. മിക്കവാറുള്ള ജോബ് സീക്കേഴ്സൊക്കെ ഈ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പല ആൾക്കാർക്കും പാടാണ്. ചില ആൾക്കാർ ബിലീവ് ഇല്ല എൻ്റെ ഏരിയയിൽ തന്നെ എനിക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഞാൻ എന്തിന് വേറെ എവിടെയെങ്കിലും ട്രൈ ചെയ്യണം. മേ ബി നമ്മൾ ആ മൈൻഡ് സെറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടൈം റൺ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ തിങ്ക് ചെയ്യുക, എനിക്ക് എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ജോലി കിട്ടാൻ സാധ്യത? ഇന്ന ഏരിയാസിലൊന്നും അധികം കാൻഡിഡേറ്റ്സ് ഒന്നും ഉണ്ടാവില്ലല്ലേ, എന്ന് ഞാൻ ആ ജോലിക്ക് അപ്ലൈ ചെയ്താലോ? ആ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ റീജിയനിൽ ഇരുന്നുകൊണ്ട് അപ്ലൈ ചെയ്താൽ മതി. നമ്മുടെ കറണ്ട് അഡ്രസ്സ് കൊടുത്താൽ മതി. നമ്മൾ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ യു ക്യാൻ മെൻഷൻ ഇറ്റ് ഇൻ യുവർ കവർ ലെറ്റർ സെയിങ് ദാറ്റ് ഐ എം വെരി കീൻ ടു അപ്ലൈ ഫോർ ദിസ് റോൾ. ഐ ലവ് ദിസ് റീജിയൻ ആൻഡ് ഐ എം മോർ ദാൻ ഹാപ്പി ടു relocate as soon as possible if I get that opportunity to work in your company. See, it changes so many things. So മെയിൻലി ന്യൂസിലൻഡിൽ ഓപ്പർച്യൂണിറ്റീസ് എന്നൊക്കെ പറയുമ്പോഴത്തേന് ദേ ആർ മോസ്റ്റ്ലി സെൻറ്റേഡ് അറൗണ്ട് ഓക്ലൻഡ്, ഹാമിൽട്ടൺ, ടോറൻഗ, വെല്ലിംഗ്ടൺ, ക്രൈസ്റ്റ് ചർച്ച് ഓർ ഗ്രോയിങ് റീജിയണൽ സെൻറ്റേഴ്സ്. പക്ഷേ നമ്മുടെ സെർച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞാൽ, സി ലെറ്റ് ഇറ്റ് ബി തെയിൻസ്, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് വൈക്കനി, ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ഫാങ്കറെ, ഇതുപോലുള്ള ഏരിയാസിലൊന്നും എല്ലാവരും പോകാൻ റെഡിയല്ല. ആൻഡ് സഡൻലി ഇഫ് യു ആർ റെഡി ടു ട്രൈ ദാറ്റ്, ഐ മീൻ നമ്മൾ ഈ ജോബ് സെർച്ച് ചെയ്ത് സ്ട്രെസ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് എവിടെയെങ്കിലും ജോലി കിട്ടുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ന്യൂസിലൻഡ് വരുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒരു ബ്രോഡർ മൈൻഡ്, ലൈക്ക് ഒരു ബ്രോഡർ ജോബ് സെർച്ച് മൈൻഡ് സെറ്റ് നമ്മൾ കീപ്പ് ചെയ്യാൻ നമ്മൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് തിങ്ക് ചെയ്യാൻ നോക്കും, നമുക്ക് എന്തോരം ഓപ്പർച്യൂണിറ്റീസ് വരുമായിരിക്കും. ശരിയല്ലേ? സോ you need to really understand that എല്ലാ എംപ്ലോയേഴ്സും care about your skills and experience, your attitude and your cultural fit and your availability. So അവരെ ആക്ച്വലി കെയർ ചെയ്യുന്നത് നമ്മൾ ആ ജോലിക്ക് ഫിറ്റ് ചെയ്യുമെന്നും നമ്മൾ ആ ജോലിക്ക് വേണ്ടി റീലൊക്കേറ്റ് ചെയ്യാൻ റെഡി ആണോന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ നോക്കുന്നത്. സോ ലൊക്കേഷൻ കുറച്ച് ലൊക്കേഷൻ സ്പെസിഫിക്നെസ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് കൂടും. ഇത്രേ ഉള്ളത്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കണം, നമ്മൾ പോകുന്ന ലൊക്കേഷനെ പറ്റി നമ്മൾ അത്യാവശ്യം കുറച്ച് റിസർച്ചൊക്കെ നടത്തിയിട്ടുണ്ടാവണം. കുറച്ചൊക്കെ ആലോചിച്ച് ഇത് ചെയ്യാവുള്ളൂ. യു ഷുഡൻറ്റ് റിയലി മൂവ് വിതൗട്ട് തിങ്കിങ് കെയർഫുള്ളി. യു ഷുഡൻറ്റ് അക്സെപ്റ്റ് അൺസ്യൂട്ടബിൾ ജോബ്സ് ജസ്റ്റ് ബിക്കോസ് ദേ ആർ സംവെയർ എൽസ്, ആൻഡ് യു ഷുഡൻറ്റ് ഇഗ്നോർ ഫാമിലി ലൈഫ് സ്റ്റൈൽ ഓർ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ്. ഇത് റെക്ലെസ് ഡെസിഷൻസ് എടുക്കുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് ബീങ് ഓപ്പൺ മൈൻഡഡ് അബൌട്ട് മൂവിങ്. നമുക്കിപ്പോൾ ഒരു പുതിയൊരു സ്ഥലത്തിൽ ഒരു ജോലിയുണ്ട്, നമുക്കത് കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിനെപ്പറ്റി തിങ്ക് ചെയ്യണം. നിങ്ങൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് നോക്കുക. ആ ഏരിയയിൽ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഫ്രണ്ട് സർക്കിളോ എന്തെങ്കിലും മേക്ക് ചെയ്യാൻ പറ്റുമോ, എന്തെങ്കിലും ഒരു സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ മൈൻഡ് സെറ്റ് ഓപ്പൺ ആക്കണമെന്നാണ് ഞാൻ പറയുന്നത്. Geographic flexibility can take different forms for people. For some people, it might be like exploring different cities, like nearby cities. For others, it might be like considering regional centers. For where chilarku, like it might be like it means like being open to relocation. പുതിയതായിട്ടുള്ള IT പ്രൊഫഷണൽസ് ഇത് എങ്ങനെയായിരിക്കും ജോഗ്രഫിക്കൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുമ്പോൾ? ഇറ്റ് മൈറ്റ് ബി ലൈക്ക് കൺസിഡറിങ് ഹൈബ്രിഡ് ഓർ ഫുള്ളി റിമോട്ട് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ ആ ഫ്ലെക്സിബിലിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ദ ഗോൾ ഇസ് നെസർലി അബൌട്ട് മൂവിങ് ടു ദാറ്റ് ന്യൂ പ്ലേസ്. ദ ഗോൾ ഇസ് അബൌട്ട് ഇൻക്രീസിങ് യുവർ ഓപ്ഷൻസ്. ശരിയല്ലേ? അപ്പം നമ്മൾ ഒരു മൈഗ്രൻ്റ് ഇവിടെ ന്യൂസിലാൻഡിൽ വന്ന് ജോബ് സെർച്ച് ചെയ്യാൻ തുടങ്ങി, ഒരു ചെറിയ റേഡിയസിൽ ഇരുന്നുകൊണ്ട് ജോലിക്ക് അപ്ലൈ ചെയ്ത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് അവരവിടെ സ്റ്റോപ്പ് ചെയ്യരുത്. ദേ നീഡ് ടു എക്സ്പാൻഡ് ദെയർ സെർച്ച്. ദേ നീഡ് ടു തിങ്ക് ബിയോണ്ട്. They need to start looking at different cities and small towns. ഈ സ്മോൾ ടൗൺസിൽ മിക്കവാറുള്ള എല്ലാ ടൗൺസിലും ഒരുപാട് മലയാളീസും
ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവരെങ്ങനെ അവിടെ എത്തി. ദാറ്റ് ഇസ് ബിക്കോസ് ദേ ട്രൈഡ് ബിയോണ്ട് അവർ ആ ജോഗ്രഫിക്കൽ ഫ്ലെക്സിബിലിറ്റി അവരുടെ സി വിയിലോ കവറിലോ അവരുടെ മൈൻഡ് സെറ്റിലോ കീപ്പ് ചെയ്തിട്ടാണ് അവർക്ക് അവിടെ കിട്ടിയത്. ശരിയല്ലേ? സോ ഒരു കാര്യം മനസ്സിലാക്കുക. ജസ്റ്റ് ഐ വാണ്ടഡ് ടു കൺക്ലൂഡ് അബൌട്ട് ദിസ് ദാറ്റ് സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് ബിക്കമിങ് റിയലി ബെറ്റർ. ഇറ്റ് ഈസ് അബൌട്ട് ബിക്കമിങ് മോർ വിസിബിൾ ടു ദ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കോട്ടാണ് ഈ ജോഗ്രഫിക് ഫ്ലെക്സിബിലിറ്റിയെ പറ്റി പറയുമ്പം. ഇറ്റ്സ് ലൈക്ക് ഓപ്പർച്യൂണിറ്റീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടാവില്ല. നമ്മൾ പോകുന്നിടത്താണ് നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി geographic flexibility is about. It is not about lowering your standards. It is not settling. It is simply trying to widen your horizon. So, ഇപ്പം നിങ്ങളുടെ ജോബ് സെർച്ച് സ്റ്റക്ക് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന ഏരിയ ബേസ് ചെയ്ത് ജോബ് സെർച്ച് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് വലിയ ഗ്രോത്ത് ഒന്നും കിട്ടുന്നില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിൽ അൺസർട്ടൺ ആണ്, അങ്ങനെയൊക്കെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. am I really searching broadly enough? ഞാൻ നല്ലപോലെ സെർച്ച് ചെയ്യുന്നുണ്ടോ? or is my radar very small? am I limiting myself unnecessarily? Are there nearby cities and towns or remote opportunities that I haven't explored yet? But നമ്മൾ ചിലപ്പം ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും there are opportunities that are around the corner, but we are not seeing it. Maybe it might be outside the boundary that you have drawn your search. So അങ്ങനെ നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി ജോബ് സെർച്ച് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ it changes your job search radar. And it starts bringing in more opportunities to you. So ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. This is it. Thank you. Hope this helps. Small steps, big wins.